ഗായ്സ്, വെൽക്കം ടു ഡ്രീം ലൈഫ്. അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ കുട്ടി ഇവിടെ ഉണ്ടേ. അപ്പോൾ എന്താ ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ എത്തണ്ട, അതിന് മുന്നേ തൃശ്ശൂരാണല്ലോ, അങ്ങനെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മതി. വീടിന്റെ സ്ഥലക്ക് വല്ല അറിയാത്തോണ്ട് തൃശ്ശൂർ തന്നെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഓ, വൈഫ് ഹൗസിലാണല്ലോ അല്ലേ, ഡെലിവറി കഴിഞ്ഞ കേട്ടോ. അപ്പൊ അവരൊന്ന് കാണാൻ പോവാണ് കേട്ടോ. ആ തൃശ്ശൂർ. അപ്പൊ പോകുന്ന തൃശ്ശൂർ പോണ സമയത്ത് ഇപ്പൊ പറയണ്ടേ, കൊറേ ദിവസം ആ കാര്യം പറയണ്ടല്ലോ, കൊറേ ദിവസം ഞങ്ങളുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം നമുക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിജമോള് പറഞ്ഞു അവിടെ ഉണ്ടെന്ന്. ഇവിടെ നമ്മുടെ അവിടെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് അതും കൂടി കണ്ടുവച്ചാൽ നിങ്ങക്ക് അപ്പൊ കാണിച്ചു തരാട്ടോ. കുട്ടി എങ്ങടാണ് പറഞ്ഞു. അവിടെ ആയിരുന്നു ലൈറ്റ് കൂടുതല്, അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരി, അപ്പൊ ഞങ്ങള് ലോങ്ങിലാണ്. 9 മണിക്കായിട്ട് ഇറങ്ങണത്. സ്കൂട്ടിയിലാണ് യാത്ര. ഓക്കെ. അപ്പൊ ഗായ്സ്, ബൈക്ക് സ്കൂട്ടിയിൽ ഇരുന്നിരുന്ന ഞങ്ങളുടെ ഉപ്പാടളകിപ്പോയി. എന്റെ ചന്തയെല്ലാം പോയാച്ചു ഗായ്സ്. എനിക്ക് ആകെപ്പാടങ്ങോട്ട് വയ്യാണ്ടായി ഗായ്സ്. എനിക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ ഭയങ്കര വയ്യാണ്ടായി. അക്കുവോ അതിനിടയ്ക്ക് അവന്റെ ഒരു ഉറക്കോ, അവൻ സൂപ്പറായിട്ട് ഉറങ്ങി ഗായ്സ്. അവനൊന്നും അറിയണ്ടായിരുന്നു. അവൻ ഇല്ല, നല്ല സുഖമുണ്ട്. ഉടനെ ഒരു കാറ് വന്നാൽ യോഗ ഉണ്ടാവട്ടെ. ഇത്ര ക്ഷീണമില്ലല്ലോ അല്ലേ? ഞാനൊരു ക്ഷീണം മാറ്റാമെന്ന് ഇറങ്ങിയതാ. അപ്പോൾ ഒരു ലോട്ടറി എടുക്കും. ചിലപ്പോൾ കാറ് വാങ്ങാൻ പറ്റിയാലോ. ചിലപ്പോൾ കാറ് കിട്ടിയാലോ. എന്താ പോവാ? അപ്പം അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടെ കുറച്ച് നേരം കത്തിയടിച്ചു. കുഞ്ഞാവയ്ക്ക് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ അവരുടെ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. കാരണം അവർക്ക് കുറച്ച് അങ്ങനെ പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്നവരൊന്നും കാണിക്കാറില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് അക്കൂൻ്റെ ഡ്രീമിലേക്ക് പോകണ്ടാവും. കുറേ എണ്ണു നമുക്ക് പാർക്ക് പോകണം, അമ്മ പാർക്ക് പോകണം, ഉറക്കത്തിലും എണീക്കും രാവിലെ ഒക്കെ പാർക്ക് പോകണം പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ മുമ്പിക്ക് നെല്ലിക്കൊക്കെ വാങ്ങി അതൊക്കെ ഇരുന്ന് കഴിച്ച് കണ്ണടയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പാർക്കിൽ പോകാൻ വിചാരിച്ചു. പക്ഷെ സൂക്കാട്ടോ പോയത്. അവിടെ പാർക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ആവണ ദിവസം വന്നിട്ട് കയറി ഗായ്സ്. എന്താ പറയാ, ഇവിടെ പാർക്കിക്ക് വന്നു കേട്ടോ. അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നല്ലേ കേൾക്കുള്ളൂ. സൂക്ക് വന്നു കേട്ടോ. ഞാനും ഒപ്പം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാർക്ക് പോണെന്ന്. കണ്ടേണ്ട ഒറ്റ വാശിക്ക് സൂക്ക് വന്നു. എടാ അക്കു, ഇതെന്താന്നറിയോ? എൻ്റെ കുട്ടിക്കാണ് അവനെടുത്താ. എന്താ അറിയാത്? തത്തമ്മടെ എന്താ പെണ്ണ് പറയണേ? ആരാ പറയുന്നത്? ആരാ പറഞ്ഞത്? ഓ, ഇവിടെ ഒരു തണലുള്ള തന്നെ ഒരു ആശ്വാസം കേട്ടോ. വെയിലുള്ളണ്ടല്ലോ. ഇതായി ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെ ഞാൻ മൈസൂർ സൂല് പോയിട്ട് നിന്റെ വീട്ടിൽ വന്നു. എവിടെ പോയിട്ട്? മൈസൂർ. എന്താ ഈ മൃഗങ്ങൾ. ഉറക്ക വിളിക്ക. നിമിഷയെ വിളി. അതാ ഓടിയവരുണ്ടോ? ഓടിപ്പോയി. നിമിഷയുടെ പോലെ തന്നെ. അത് ഒന്ന് കോട്ടയും അല്ല കോട്ടയും മുകളിൽ ആണ് കുറുക്കൻ. എത്ര കുറുക്കുണ്ട് ഇവിടെ? ഇതാ ഞങ്ങളുടെ അടുത്തൊരു കുറുക്കുണ്ട്. ഇതാ നോക്കണു. തിന്നാൻ കിട്ടാൻ നോക്കുകയാണേ. ഗായ്സ്, നടന്ന് ക്ഷീണിച്ചു പോയി. കുറച്ച് ദൂരമായിട്ടുള്ളൂ. അപ്പയ്ക്ക് അവൻ്റെ പൊത്തിപ്പിടിച്ച് കയറല്. ഈ എന്തൊക്കെ കണ്ടു ഇതുവരെ? ആനയെ കണ്ടോ? ആനയൊന്നും കണ്ടല്ലേ, ആനയൊക്കെ വരാൻ പോകുന്നുള്ളൂ. ക്ഷീണിച്ചു ഞങ്ങള്.
ബാ പോവാ. ഇപ്പൊ ക്ഷണിച്ചില്ല, ഞങ്ങള് ക്ഷണിച്ചു. തൂടുന്നുണ്ടോ? അവിടെ പറയാറില്ലേ ഇതെന്താ ഇപ്പോ ഇതെന്താ കാണാം കുട്ടി കണ്ടോ? സാധനം ഇപ്പൊ കണ്ടത് ഇതാണ് ആ സാധനം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്ര അല്ലേ പൊന്നു? എനിക്ക് അതിന്റെ മേലെ കിടക്കാൻ തോന്നുന്നത്രേ. പല്ല് എന്തുണ്ടായി പറ. ആ ബാക്കിക്ക് പറയണ്ട കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ഇവിടെ അങ്ങനെ ഒരുപാട് കാണാണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. വന്നിട്ടുള്ളൂ, ഓർമ്മയില്ല, മുൻപെപ്പോഴോ വന്നതാ. ഇപ്പോൾ കുറേ ഇല്ലേ, അപ്പം ഇനി എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഇനി ഉണ്ടാവും. അങ്ങനെ ഉണ്ട്. അവിടെ മാൻ സെക്ഷനൊക്കെ അവിടെ ഉണ്ട്. പോവാ. മാൻ ഇഷ്ടമായി പറഞ്ഞു. ഇതെന്ത് മാനാന്നറിയോ? പുള്ളിമാൻ. പുള്ളിയിലായിരുന്നു. അക്കു കണ്ടോ? എടി അവൻ എടുക്കൂ. ഞാൻ ഗായ്സ് ഇവിടെ ഒരുവിധം കൂടെ കൊഴുവാണ്. ടുട്ടുനൊന്നും കാണാനില്ല. ഇനി വേറെ ഏതെങ്കിലും കൂട്ടിക്ക് മാറ്റണമെന്ന് അറിയില്ല. ഗായ്സ് ടുട്ടു ഇവിടെ ഉണ്ട് കേട്ടോ, ഒളിച്ച് കിടക്കുകയാണ്. എടി പൊന്നു ഇവനെ കാണിച്ചു കൊടുക്ക്. കണ്ടോ ടുട്ടുമോൻ എന്താ അവിടെ കിടക്കുന്നുണ്ട്. എന്താ കണ്ടോ? എന്താണ് സിംഹം ട്ടോ കുഞ്ഞാ? ആ മറ്റേടെ വിളിക്കാണ്. എന്താ കൂടിൻ്റെ ഉള്ളിലല്ലേ നടക്കണോക്ക്? ഒന്നും അപ്പൊ ഗൈസ് അങ്ങനെ കുറേ ആനിമൽസിനെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് നിങ്ങൾ നടക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു കാഴ്ച കണ്ടു കേട്ടോ. പുലീനെ വേറൊരു കൂട്ടിക്ക് മാറ്റി കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ കണ്ടേട്ടാ എന്താ ആൾ ഇത്രയും ധൈര്യത്തിൽ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. അയ്യോ ഭയങ്കര ധൈര്യം. ഞാൻ വിചാരിച്ചു ഒരു പുലിയായിട്ട് ഇണങ്ങിണ്ടാവുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്. ആ പുലിക്ക് ഇങ്ങോട്ട് വരാൻ ഏതൊക്കെ വഴികളുണ്ട്. അതായത് പുലി പുറത്തേക്ക് വരേണ്ട ആള് പുറത്തേക്ക് വരേണ്ട പുലി ആളടുത്തേക്ക് വരില്ല. അങ്ങനെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പുലി എന്താ വരാത്ത. അങ്ങനെ പുലിക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഇവർക്ക് കുറച്ച് ധൈര്യം വേണമല്ലേ. കണ്ടതോ ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ വരും ആ പുലി പുറത്തേക്ക്. എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പക്ഷെ പുറത്തേക്ക് പുലി വരില്ല. ഇവിടെ ഒരു കൂടുണ്ട്. ആ കൂട് ഇപ്പുറത്തെ കൂട് ആദ്യം തുറക്കും. ഈ കൂട് കണ്ട, ഈ കാണുന്ന കൂട് അത് തുറക്കും. നമ്മൾ ഈ പുറത്ത് വലിയ കൂട് അടയ്ക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കൂട് തുറന്നിട്ട് ഈ പുലി ഇതിന്റെ ഉള്ളിൽ കൂടെ വരും. അത്രയും പുള്ളിപ്പുലി വന്നു ഗായ്സ്. നല്ല വലിപ്പുണ്ടായിരുന്നു. അടിപൊളി. ഇവിടുത്തെ ആകെ കാണാൻ 3 അടിപൊളിയായത് അല്ലേ. പുലി, സിംഹവും 2, പിന്നെ ഹിപ്പോട്ടാംസ്, ഈ 3. പിന്നെ ഇവിടെ കുറെ മൃഗങ്ങളൊക്കെ അപ്പുറത്ത് സൂക്ക് മാറ്റുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേട്ടാ. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാ പുലി വന്നു, വെള്ളമൊക്കെ കൊടുത്തു അവർക്ക്. ഒരു പായ നരയണെങ്കിട്ട് ഇവിടെ കിടക്കും. എന്താ കടന്നു ഇങ്ങനെ അപ്പൊ ഗായ്സ് ടയേർഡായി. ഞങ്ങൾക്ക് നടക്കാൻ വയ്യ. ഡാഡയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഡാഡ? നല്ല വേനുണ്ട്, കാലൊക്കെ വേനുണ്ട്. കാരണം ഞാൻ അധികം നടക്കാറില്ല. ഞാൻ വിചാരിക്കാറുണ്ട് രാവിലെ നീച്ചിട്ട് ഒന്നും നടക്കണം എന്നൊക്കെ. ഇപ്പോൾ കുറേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോവുക, അവിടെ ഇരിക്കുക, അവിടേക്ക് ചെറിയൊരു നടത്തം. അതല്ല നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കാലം വെച്ചിട്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഒരുപാട് നടക്കുമ്പോൾ ഒരു പെയിന് വരുന്നുണ്ട്.
അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്താൽ മാറും. ബ്ലഡ് സർക്കുലേഷൻ ശരിയാവാൻ മടിയൻ വണ്ടികളിൽ മാത്രമല്ലേ യാത്ര. അതുകൊണ്ട് ഇനി രാവിലെ മുതൽ നടക്കാൻ പോവാണ് ഞാനും പൊന്നും കൂടിയിട്ട്. അല്ലേ അക്കുണ്ടോ? എന്തൊക്കെ കണ്ടു? ലെപ്പേർഡ് കണ്ടു. പുള്ളിപ്പുലിനെ കണ്ടില്ലേ? ഇരുന്നിട്ട് പറയൂ എന്തൊക്കെ കണ്ടു പറയാ റോട്ടി പറഞ്ഞു കൊടുക്ക് ഗായ്സിനെ. അവര് കണ്ടിട്ടില്ല ഇവിടെ. ഇപ്പൊ കുറച്ച് കുണിച്ചിരി കൂടുതലാണ്. അപ്പൊ അതാണ് ചെയ്യുന്നത്. അക്കുനെ ഞങ്ങളല്ലേ ഇവിടെ ഒരു ഒഴിഞ്ഞ കൂടുണ്ട്, അതിലിട്ടിട്ട് പോവാ. ആ കൊങ്ങൻകുട്ടി ഒതുങ്ങിയിരിക്കണില്ല. എന്താ വികൃതിച്ചിട്ടാ? ഇവരെ ഞങ്ങള് കയ്യിന്ന് വിടാത്ത കാരണം കുഴപ്പമില്ല. പക്ഷെ എല്ലാരും കയ്യിന്ന് വിട്ടിറക്കല്ലേ. അണ്ണനെ കൂട്ടിലിട്ട് നോക്കൂലേ? കാക്കേനെ കൂട്ടിലിട്ട് അണ്ണ മരത്തുനിന്ന് വന്നതാണ്, അതിനെ കൂട്ടിലിട്ടൊക്കെയല്ല. ഇത് എന്ത് പറഞ്ഞാലും ഇവിടെ വിശ്വസിക്കും. ഞാൻ കാക്കേനെ മാത്രം ഇടാൻ വേണ്ടിട്ട് കൂടുണ്ടാക്കിയത് പറഞ്ഞപ്പോ അല്ല, ഞാൻ കാക്കയെ കണ്ടപ്പോ ഞാനല്ലേ പറഞ്ഞത് ആ കാക്ക. ഞാൻ പറഞ്ഞില്ല എന്നിട്ട് കാക്കയുടെ കൂടാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പാമ്പുണ്ടോ ഇവിടെ? പാമ്പുണ്ട്. ആ മ്യൂസിയത്തിന്റെ ആ ഭാഗത്താ തോന്നുന്നു എനിക്ക് പാമ്പ്. മങ്കീസിന്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഞാൻ ഓക്കെ ഗായ്സ്, 5 മണി വരെ ഇവിടെ ഉള്ളൂ. ഇപ്പൊ സമയം 4 മണി വരെ ഉണ്ടാവും. 4:50 ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകണം. ഇരുട്ടോണം 5 മണി വീടെത്തണം. എന്താണ് നോക്കണം നിങ്ങള്? അപ്പൊ ഗായ്സ് ഇനിയിപ്പോ ഫോൺ കഴിക്കാൻ നമ്മൾ പ്ലാൻ ഉണ്ടാ? ഇവനവിടെ കൂട്ടിലിടാൻ പോവാട്ടോ. എന്നാ ഒതുങ്ങിയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാക്കിയാലാണ് ഗായ്സ് ഒന്ന് ഒതുങ്ങിയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നാലെ അവിടെ ഇട്ട് പിന്നാലെ ഇട്ട് ക്ഷീണിക്കും. അതാണ് ഞാൻ. അത് അണ്ണ പുറത്തു വന്നു. കണ്ണേട്ടന് ഇങ്ങനെ ആയിട്ടാണെങ്കിലും വെക്കാട്ടോ. മുന്നേ പാവം ഭയങ്കര ഇതായിരുന്നു. ഇനി ഇവനെയൊക്കെ എടുത്ത് നടന്നാർന്നാണ്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല. ഇവിടെ ഒട്ടും നടക്കാറില്ല കേട്ടോ ഒരു കാര്യത്തിനും. എവിടെ എന്റെ കൂടെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടിയിലാക്കി കൊടുക്കും. അതല്ല, മുന്നേ ആണെങ്കിൽ അക്കൂനെ എടുത്തിട്ട് എല്ലാം കണ്ണേട്ടന നടന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെ എടുക്കാൻ ഇത്രയും ദൂരം അവൻ ഇവനെ ഇട്ട് നടക്കായിരുന്നു. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ ഗുളിക കഴിക്കാല്ലേ? ഞാൻ ഒന്ന് കഴിച്ച ഉച്ചയ്ക്ക് ഗുളിക ഒന്നും കഴിച്ചിട്ടേക്ക് തലയ്ക്ക് പൊളിയാന്ന് പറഞ്ഞു. ഇതവിടെ ഗുളിക ഉണ്ടല്ലോ വണ്ടിയിൽ പോയി കഴിക്കാം. ബാക്കി ഫുള്ള് കാണിച്ചു തരാം കഴിച്ചു. ശരി അക്കുവാ അക്കുന്ന അന്നല്ല കൂട്ടത്തെ അക്കുവിനെ. അക്കുവോ? അന്നല്ല കൂട്ടില് കണ്ട അക്കു. ആ മങ്കീനെ. അക്കുവോ? നോക്കണില്ലല്ലോ അക്കു. അക്കുവിനല്ല. പോടാ ചക്ക നടക്കണ്ട. അപ്പൊ ഗായ്സ് അറ്റ് ലാസ്റ്റ് അങ്ങനെ അക്കുവിന്റെ ഡ്രീമിലേക്ക് ഞങ്ങൾ അവനെ കൊണ്ടുപോയി കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഈ കണ്ണേട്ട പറ്റിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവിടെ കുഞ്ഞൊരു പാർക്കായിരുന്നു കേട്ടോ. പിന്നെ കണ്ണേട്ടനെ തോന്നി അവന് പാർക്കിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന്. കാരണം ഇവിടെ ഒരു തരത്തിലുള്ള എന്താ കുട്ടികൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ആപത്താണ് കേട്ടോ. ഒരു ഇതുമില്ല. കാരണം ഫുള്ള് കല്ലും മുട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ അക്കുവിന്റെ പിന്നാലെ അക്കു പറഞ്ഞിട്ട് നടക്കാൻ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കണ്ടിട്ട് അവൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ട് പറയുമ്പോൾ കണ്ണേട്ടന് പേടിയായി. എനിക്കും പേടിയായി. പക്ഷെ അങ്ങനെ കാണിക്കൊന്നുമില്ല. പക്ഷെ കണ്ണേട്ടൻ അവന്റെ പിന്നാന്ന് പോകുന്നിട്ടില്ല കേട്ടോ. അത് കാരണം അവനങ്ങോട്ട് പാർക്ക് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കുറച്ച് അവനായിട്ടില്ല തോന്നുന്നു ഞങ്ങൾക്ക്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികൾക്കും കളിക്കാൻ വയ്ക്കുന്നുണ്ട്. അവനതിനായിട്ടില്ല. അവന് കയറാനോ ഒന്നും അവന് പേടിയാണ്. കൂടുതൽ അവന് എല്ലാത്തിനും പേടിയാണ്. എന്നാലും അവനെല്ലാം കയറണമെന്ന് ആഗ്രഹം കൊണ്ടുന്ന പേടിയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആസ് എ പേരൻസ് അവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കയറ്റി കൊടുക്കുക. അപ്പൊ കണ്ണേട്ടൻ അവന്റെ കാര്യത്തിൽ ഭയങ്കര കെയറിങ് കേട്ടോ. അവന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കെയറിങ്. അത് കാരണം കണ്ണേട്ടൻ ഇങ്ങനെ അവന് വെച്ച് ഇത് മാത്രം നോക്കി അതിൽ ഇങ്ങനെ ഇരുത്തി അങ്ങനെയൊക്കെ അവനെ കുറച്ചു നേരം ഭയങ്കര ഹാപ്പി ആക്കിപ്പിച്ചു കേട്ടോ. അവനവിടെ നിന്ന് വരുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത്തെ വരെ അവൻ എല്ലാത്തിനും പെട്ടെന്ന് മടുക്കും. ഒന്ന് കയറും അടുത്തേക്ക് ചാടും, ഒന്ന് കയറും അടുത്തേക്ക് ചാടും. അങ്ങനെ തന്നെ ഇവിടെ ഇരുന്നുണ്ടോ പറയുന്നുണ്ട്.
അപ്പൊ ഇതാ അവൻ അവിടെ നല്ല എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ ഓരോന്ന് കേറും ഇറങ്ങും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒന്ന് കേറുമ്പോ അടുത്തേക്ക് നോക്കും, അപ്പൊ അടുത്തേല് കേറാൻ തോന്നും, പിന്നെ അതിൽ പോയി ഇതിൽ കയറാൻ തോന്നും, അങ്ങനെ ആയിരുന്നു കേട്ടോ അവൻ. എന്നാലും മാക്സിമം എല്ലാത്തിലും കേറി കുറേ നേരം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. എന്താ വെളുത്തു പോയോ? ഇപ്പൊ സമയം ഏകദേശം 5 മണി. 5 മണിയായിട്ടുള്ളൂ, 5:10. അപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്യാറായിട്ടോ. പാർക്കൊക്കെ 5 മണി വരെ ഉള്ളൂ. അപ്പോൾ 5 മണിയുടെ മുന്നേ വരെ ഇറക്കാം എല്ലാവരും. ടോട്ടലി 5:15 വരെ, 5:30 വരെ എത്തിയുള്ളൂ. വെള്ളം ഫുള്ള് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ നടന്ന് ക്ഷീണിച്ചെടുക്കാണ് ഞാൻ. കുറച്ചായിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോവാണ്. പ്രത്യേകിച്ച് പണി ഞങ്ങൾ മ്യൂസിയത്തിൽ കയറണം കേട്ടോ. ഇവിടെ ഉണ്ട് ആർട്ട് മ്യൂസിയം ഉണ്ട് ഇവിടെ, പക്ഷെ ഞങ്ങൾ കയറണമെന്നില്ല പ്രത്യേകിച്ച്. ഈ പാർക്കിനെ കുറിച്ച് എന്താ പറയുകയാണെങ്കിൽ 20 രൂപയ്ക്ക് കുഴപ്പമില്ല. 20 രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സൂവും പാർക്കും എടുത്തുള്ളവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ബോർ അടിക്കുമ്പോൾ ഒക്കെ വരാം. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഒരു കുഞ്ഞൊരു പാർക്ക് സെറ്റ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ചായിട്ടാണ്. പക്ഷെ വലിയ ഇതൊന്നുമില്ല, സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർ ആദ്യം തന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ്. ആ പാർക്കിനുള്ളിൽ ഫുള്ള് കല്ലുമുട്ടിയാണ്. ചെരുപ്പ് ഊരി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം എന്തായാലും ഓടി നടന്നിട്ട് മുറിയാവുന്ന ഉറപ്പാണ്. അത് കാരണം അക്കുനെ ഞാൻ വല്ലാതെ അങ്ങോട്ട് ഓടിപ്പിച്ചില്ല. അതിനെ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ കുട്ടികളടുത്ത് ചെരുപ്പിട്ട് ഇറങ്ങുന്ന പറയാറ്. അതല്ല, പിന്നെ ഇപ്പൊ എന്തേലും പൂഞ്ഞാലാടാണെങ്കിലും വീണ് അതിന്റെ ചരലും കല്ലുക്കാണ് വീഴുക. ചരലൊന്നല്ല, കല്ല്. അതല്ലാതെ ഒരു പാർക്കിലൊക്കെ സാധാരണ കുട്ടികൾക്ക് സേഫ്റ്റി ആവുമല്ലോ, അതില്ല. കുറച്ച് മണലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിരുന്നു. ശരിയായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. പ്രത്യേകിച്ച് ഇനി പ്ലാനിങ് ഒന്നുമില്ല. നേരെ വീട്ടിൽ പോവുക, ഇരുട്ടാവണല്ലോ. ഇനി വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. ബായ് കുഞ്ഞാ, ബായ്. അവൻ കളിച്ച് ആകെ ക്ഷീണിച്ചിറക്കുകയാണ്. ഓടന്നെ ഓട്ടം. ഇന്നിപ്പോൾ രാത്രി നേരത്തെ ഉറങ്ങൂല്ലേ ക്ഷീണിച്ചിട്ട്? ഇനി ഒന്നും വേണ്ടല്ലോ, ഇനി പോവല്ലേ? റൂബിക്ക് നെല്ലിക്ക് അവിടെ പിടിച്ചു വെച്ചിറക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. രണ്ടാൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് മെല്ലെ തിന്നാനൊക്കെ വിചാരിച്ച് വാങ്ങിയ സാധനമാണ്. അവിടെ കുറച്ച് കഴിച്ചപ്പോഴേക്കും അങ്ങോട്ട് കയറുന്ന സമയത്ത് അതവിടെ വാങ്ങി വെച്ചു. അതൊന്നുമില്ല, നമ്മൾ മൃഗങ്ങളുടെ വൈലൻ്റ് അല്ലേ. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ കൊണ്ടുവന്ന് മൃഗങ്ങൾക്ക് കൊടുക്കും. പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് ഇവിടെ ഇടും. എല്ലാവരും കറക്റ്റ് വേസ്റ്റ് ബാസ്കറ്റ് ഇടണമെന്നൊന്നുമില്ല, അവിടെ ഇവിടെ ഇടും. ചിലപ്പോൾ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കും. അതുകൊണ്ടൊക്കെയാണ് വേണ്ടാറുള്ളത്. അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് കാണാം. ബൈ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഒരു ഐസ്ക്രീമും കൂടെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് നിർത്തിയിട്ടോ. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. മാക്സിമം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് പോട്ടെ. അപ്പൊ സൂപ്പർ ഐസ്ക്രീം ആയിരുന്നു. ബൈ.